ഹലോ ഗൈസ്, അപ്പോൾ കുറച്ച് ദിവസമായിട്ട് മക്കൾക്ക് നല്ല പനി തന്നെയാണ് കേട്ടോ. ഇപ്പോഴും പനി തന്നെയാണ് മോനിക്ക്. മോൾക്ക് ഇന്നലെ മുതൽ ഓക്കെയാണ്, ഓളത് കുറഞ്ഞിട്ടുണ്ട്. മോനിട്ട് ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നതാണ് കേട്ടോ. അവനാകെ ഇങ്ങോട്ട് തളർന്നിക്കണ്. 2 പ്രാവശ്യമായി ഞങ്ങൾ ഡോക്ടറെ കാണിക്കണ്. ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യം കാണിച്ചപ്പോഴാണ് ഒന്ന് ഓക്കെ ആയത്. ഇൻഷാ അല്ലാഹ് മാറട്ടെ വേഗം. അവർക്ക് സുഖമില്ലാതായാൽ തന്നെ നമ്മളാകെ ഡൗൺ ആയി പോകില്ലേ. ആ ഒരവസ്ഥയാണ് ഇപ്പോൾ എനിക്കും ഉമ്മാക്കൊക്കെ. എന്തായാലും കുറഞ്ഞ് വരുന്നുണ്ട് മോൾക്കല്ല മോൾക്ക് ഏകദേശമൊക്കെ മാറിയിരിക്കണേ. അവളിനി ഒന്ന് ഫുഡൊക്കെ കഴിച്ചൊന്ന് സെറ്റ് ആവാൻ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ മോനിക്ക് കഞ്ഞി വെക്കണം കേട്ടോ. കഞ്ഞിമലാണ് ആൾ പോണത്. കുറച്ച് 2-3 സ്പൂണേ കുടിക്കുള്ളൂ. അപ്പോൾ ഞാൻ ഈ കഞ്ഞീൻ്റെ അരി കുറച്ച് വലിയ അരി കേട്ടോ, നേരിയ പൊടിയരിയല്ല. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് കുതിർന്ന് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഉമ്മ രാവിലെ തന്നെ തിരുമ്പാനും വേണ്ടി പോയിട്ടോ. വാഷിംഗ് മെഷീനിൽ തിരുമ്പാട്ടിയിരുന്നു. അപ്പോൾ അത് ഒൽമ്പാനും വേണ്ടിയിട്ട് ഉമ്മ പോയി. നല്ല മഴ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ പുട്ടിനുള്ള പരിപാടിയൊക്കെ നോക്കട്ടോ. പുട്ടുണ്ടാക്കാൻ പൊടി കുഴച്ച് തേങ്ങ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ഉമ്മ. അപ്പോൾ മോനെ ഏതായാലും ഉറങ്ങന്നെയാണ്. അവൻ രാവിലെ ഒന്ന് എണീറ്റ് പാലൊക്കെ കുടിച്ച് ഉറങ്ങിയതാണ്, കിടന്നതാണ് കേട്ടോ. മോൾ എണീറ്റിട്ടില്ല. അപ്പോൾ തേങ്ങ ഉണ്ട് പറഞ്ഞപ്പോൾ വേഗം പുട്ടുണ്ടാക്കാനും വേണ്ടി ഞാൻ നിന്നു കേട്ടോ. അങ്ങനെ അതാ ഫസ്റ്റത്തെ ഒരു ഇത് വെച്ചു കേട്ടോ, കുറ്റി വെച്ചു. അങ്ങനെ പുട്ടിന് പിന്നെ കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല ചിക്കൻ പൊരിച്ചതും ബീഫ് കറിയും ഒക്കെ ബാക്കിയുണ്ട്. പിന്നെ അതും വേണ്ടാത്തവർക്ക് നല്ല ഞാലിപ്പൂവൻ പഴവും ഉണ്ട് കേട്ടോ. ഇതൊക്കെ തന്നെയാണ് ഇവിടെ പുട്ടിന് കൂട്ടൽ. പിന്നെ ഞങ്ങൾ കറിയൊന്നും ഇല്ലെങ്കിൽ കടലക്കറി ചെറുപയർ കറിയൊക്കെ ഉണ്ടാക്കും കേട്ടോ. പിന്നെ എന്നത്തെയും പോലെ തന്നെ ഇതാ മുട്ട പുഴുങ്ങിയതുണ്ട് കേട്ടോ. അന്ന് പഴം പുഴുങ്ങിയതില്ല. അങ്ങനെ അപ്പം പിന്നെ പുറത്ത് പോയി ഒന്ന് നടക്കാനൊക്കെ പോയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പാക്ക് ഞാനൊരു ചായ വെച്ചു, 1 ഗ്ലാസ് ചായ മതി. പിന്നെ മുട്ട പുഴുങ്ങിയതും വെച്ച് കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ ഉപ്പാക്ക്. അപ്പോൾ അവിടെ കാത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പാക്ക് വേഗം ചായ ഉണ്ടാക്കി കൊടുക്കുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ മോൻ്റെ കഞ്ഞി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതും അതിമക്ക് കയറ്റി വെച്ചു. അങ്ങനെ മക്കളോ ഉണർന്നിട്ടില്ല. ഏതായാലും അതാവുമ്പോഴത്തേനും ഉണരുള്ളല്ലോ. കഞ്ഞി കുടിച്ച് മരുന്ന് കുടിച്ചിട്ട് വേണം പിന്നെ മേലൊക്കെ ഒന്ന് കഴുകിയിട്ട് വേണം ഒന്നും കൂടി. പിന്നെ ഇനി ക്ഷീണമാണ് മോനിക്ക്, നല്ല ക്ഷീണമായതുകൊണ്ട് അവന് കിടക്കുക തന്നെയാണ് കേട്ടോ. അവൻ ഒന്നുകൊണ്ട് ഇന്നാണ് ഇപ്പോൾ ഒന്ന് നീറ്റ് വന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒന്നുകൊണ്ട് സെറ്റായി വരാനുണ്ടോ അവന്. 2-3 ദിവസം കൂടി കഴിഞ്ഞാൽ ഈ ചുമ ഉള്ളതുകൊണ്ടാണ് ഒന്നാമത് മാറി കിട്ടാനൊരു പണി. ആ സമയത്തൊക്കെ അതിൻ്റെ മുന്നേ നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ക്ലൈമറ്റൊക്കെ മാറി വരുന്നുണ്ട്, ഇരുട്ടായി വരുന്നുണ്ട്. പിന്നെ മോനൊക്കെ എണീറ്റ് ഓനക്ക് ഞാൻ കഞ്ഞിയും പിന്നെ മരുന്നൊക്കെ കൊടുത്ത് സെറ്റാക്കിട്ടോ. മോളെ വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ വെള്ളം കൊണ്ട് കൊടുത്ത് കുടിപ്പിക്കാൻ ഇടയ്ക്കിടയ്ക്ക്. അത്ര തന്നെ കേട്ടോ.